ഇന്ന് നമ്മൾ കാണിക്കുന്നത് റെഡും ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മൾക്കോട്ടൺ സാരിയാണ്. അതിൻ്റെ പല്ലു പോർഷനാണിത്. പല്ലുവിൻ്റെ ഡിസൈൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ചേരുന്ന കുറച്ച് മാച്ചിങ് ജ്വല്ലറീസ് കൂടെ നമുക്ക് ഇതിനോട് കാണാം. നമുക്ക് ത്രെഡ് ബീഡ്സും സിൽവർ ബീഡ്സ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാലയാണിത്. വളരെ യുണീക്കായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സാരിയുടെ പെയർ ചെയ്യാൻ പറ്റാത്തൊരു മാലയാണിത്. അൺകട്ട് ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് പെൻഡൻറ്റോട് കൂടിയ ഒരു ലോങ് നെക്ക് പീസാണിത്. ഒരുപാട് നീളമില്ല, എന്നാൽ അതേ സമയത്ത് തന്നെ ഈ സാരിയിൽ വന്നിരിക്കുന്ന എല്ലാ കളേഴ്സും ഓൾറെഡി ഈ മാലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഡിഫറെൻ്റ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റാത്തൊരു മാലയാണ്. ഒരു അഡ്ജസ്റ്റബിൾ ഡോറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മാല. അതിൻ്റെ കൂടെ നമുക്ക് മാച്ചിങ് ഇയറിങ്സും അവൈലബിൾ ആണ്. ഇത് ഈ സാരിയിലൂടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പീസാണ്. ഇതിൻ്റെ ഇയറിങ്സും ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയാണ്. മൾട്ടി കളർ ബീഡ്സ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മാലയാണ്. ഇത് എല്ലാ കളർ ഡ്രസ്സിലൂടെയും ബ്യൂട്ടിഫുള്ളായിട്ട് മാച്ചാവും. നമുക്ക് ഈ സാരിയിലൂടെയും ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ചെറിയ ത്രെഡിലാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആണ് ത്രെഡ്. ഇതൊരു പീക്കോക്ക് പെൻഡൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ലെയർ നമ്മൾ ബ്ലാക്ക് ത്രെഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. ഇതും അഡ്ജസ്റ്റബിൾ ആണ്. ലോങ് നെക്ക് പീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഈ സാരിയുടെ ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന മാലയാണ്. അപ്പം നമ്മളെ ഒരു സാരി ആണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ഏത് തരത്തിലുള്ള ജ്വല്ലറിയാണ് ധരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒക്കേഷൻസിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ജ്വല്ലറീസും മാറുമ്പോൾ അതിൻ്റെ സ്റ്റൈലും ഒക്കെ യുണീക്കായിട്ട് മാറും. അത് നമ്മുടെ ഒരു സ്കില്ലാണ്. അതെങ്ങനെയാണ് നമ്മളതിനെ ഏത് ഒക്കേഷനിലാണ് ഏതൊക്കെ ജ്വല്ലറീസിനോടാണത് പെയർ ചെയ്യുന്നതൊക്കെ അനുസരിച്ച് നമ്മുടെ ലുക്കും നല്ല ഭംഗിയായിട്ട് മാറ്റാൻ പറ്റും. സാരിക്ക് 790 റുപ്പീസ് ഷിപ്പിംഗ് ചാർജസ് ആണ്.